പാശ്ചാത്യ ജ്യോതിഷപ്രകാരം കർക്കിടകം രാശിയുടെ അത്ഭുത സ്വഭാവ വിശേഷങ്ങളിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. ക്യാൻസർ സോഡിയാക്കിന്റെ അത്ഭുത വിശേഷങ്ങൾ. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മനുഷ്യ ജീവിതത്തെ എങ്ങനെ അത്ഭുതകരമായി സ്വാധീനിക്കുന്നു എന്ന വിഷയത്തിലേക്ക് നമുക്ക് ഇന്ന് പ്രവേശിക്കാം. നമസ്കാരം, നിങ്ങളുടെ സ്വന്തം ചാനൽ ഋഷിപ്രോക്തത്തിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ നാം അറിയാൻ പോകുന്നത് അഥവാ പറയാൻ ശ്രമിക്കുന്നത് രാശിചക്രത്തിലെ 4ാമത്തെ രാശിയായിട്ടുള്ള കർക്കിടകം രാശിയെക്കുറിച്ചാണ്, അഥവാ ക്യാൻസർ രാശി. ഇന്ന് പറയുന്നത് പാശ്ചാത്യ ജ്യോതിഷ പ്രകാരമുള്ള ഫലങ്ങളാണ്, നമ്മളുടെ ഭാരതീയ ജ്യോതിഷമല്ല. എന്നിരുന്നാലും രണ്ടിലും സമാനതകൾ ഏറെയുണ്ട്. രാശിയെ കണക്കാക്കുന്ന സമ്പ്രദായം മാത്രമാണ് മാറുക. കർക്കിടകം അഥവാ ക്യാൻസർ രാശിയുടെ ആഴത്തിലുള്ള സ്വഭാവവും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വിശേഷ സ്വഭാവങ്ങളും പ്രത്യേകതകളും അവരുടെ ജീവിത വിജയത്തിന് അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും പ്രത്യേകതകളുമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. സ്നേഹവും മാതൃത്വവും സംരക്ഷണവും എല്ലാം ചേർന്ന ഈ രാശി ഒരു ജലരാശിയാണ്. ഈ രാശിയുടെ രഹസ്യങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. കർക്കിടകം അഥവാ ക്യാൻസർ രാശിചക്രത്തിൽ 90 ഡിഗ്രി മുതൽ 120 ഡിഗ്രി വരെയാണ് ഇതിന്റെ സ്ഥാനം. ഈ രാശിക്ക് ക്യാൻസർ എന്ന രോഗത്തിന്റെ പേര് വന്നത് യാദൃശ്ചികമാണ് എങ്കിലും കേൾക്കുന്നവർക്ക് ഇത് ചിലപ്പോൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഭാരതീയ ജ്യോതിഷപ്രകാരം 4ാമത്തെ രാശിയായിട്ടുള്ള കർക്കിടകൻ രാശിക്ക് കർക്ക്, കടക് എന്നൊക്കെ പേരുകളുമുണ്ട്. പാശ്ചാത്യ ജ്യോതിഷപ്രകാരമാണ് ക്യാൻസർ എന്ന നാമം വരുന്നത്. ഇത് രാശിയുടെ ചിഹ്നം ഞണ്ടാണ്. ജൂൺ 21 മുതൽ 22 വരെയാണ് ഇതിന്റെ കാലം. അതായത് ജൂൺ 21 മുതൽ ജൂലൈ 22 വരെ ജനിക്കുന്നവരാണ് ക്യാൻസർ അഥവാ കർക്കിടകൻ രാശിയിൽ വരുന്നത്. ഇത് ചരരാശിയാണ്, ജലപ്രധാനമായിട്ടുള്ള രാശിയാണ്. ഇതിന്റെ പ്രതീകം മാതാവാണ്. ഇത് വയറ്, ആമാശയം, ഉദരം, മാർ, നെഞ്ച്, സ്തനം തുടങ്ങിയവയൊക്കെ സൂചിപ്പിക്കുന്ന രാശിയാണ്, അഥവാ പ്രതിനിധാനം ചെയ്യുന്ന രാശി. ഇതിന്റെ രാശിയാധിപൻ ചന്ദ്രനാണ്. ഇതിന്റെ രത്നം മാണിക്യം അഥവാ റൂബിയാണ്. ഈ രാശിയുടെ പുഷ്പം ലാർക്സ്പർ എന്ന പുഷ്പമാണ്. ഇത് 4ാം രാശി ആയതുകൊണ്ട് തന്നെ വേനൽക്കാലത്തിന്റെ വരവിനെ ഇത് വിളിച്ചറിയിക്കുന്നു. നിയതമായിട്ടുള്ള തലത്തിൽ പറഞ്ഞാൽ ഈ രാശി സംരക്ഷണാത്മകം, ഗൃഹസൃഷ്ടാവ്, സംരക്ഷക, ആശ്വാസം നൽകുക, സഹാനുഭൂതി, മാതൃത്വ സ്വഭാവമുള്ളത്, ഹൃദയ വിശാലത തുടങ്ങിയവ കാര്യങ്ങളെയൊക്കെ പ്രതിദാനം ചെയ്യുന്നു. ഈ പറഞ്ഞ സ്വഭാവ സവിശേഷതകൾ അവരുടെ ജീവിതത്തിലും ഉണ്ടാകും. എന്നാൽ നിഷേധാത്മക സ്വഭാവത്തിൽ പിടിച്ചെടുക്കുന്ന സ്വഭാവം, അത്യാഗ്രഹം, ക്രൂരത, അടക്കി ഭരിക്കൽ, തനിക്ക് മാത്രം അവകാശപ്പെട്ടത് എന്ന വിചാരം, ആവശ്യങ്ങൾ ഉന്നയിക്കൽ, ദുർബലത, മാറ്റത്തിന് വിധേയമാകുന്ന സ്വഭാവം തുടങ്ങിയവയൊക്കെ ഇവരുടെ സ്വഭാവ സവിശേഷതകളാണ്. ഏതു തരത്തിൽ ആലോചിച്ചാലും കർക്കിടകൻ രാശിക്കാർ അവകാശങ്ങളെ മുറുകെ പിടിക്കുന്ന, ആശ കൈവിടാത്ത, മറ്റുള്ളവരെ സംബന്ധിച്ച് ബോധം നൽകുന്ന ഒരു രാശിയാണ്. ഇനി നമുക്ക് കർക്കിടകൻ രാശിയിൽ ജനിച്ച പുരുഷന്മാരുടെ സ്വഭാവ സവിശേഷതകളൊന്ന് പരിശോധിക്കാം. ജൂൺ 21 ജൂലൈ 22 ഇടയ്ക്ക് ജനിച്ച പുരുഷന്മാർ, ഇവർ കൂടുതൽ സ്നേഹസമ്പന്നരും വൈകാരികത ഇഷ്ടപ്പെടുന്നവരുമാണ്. ഇവർ മൃദുല സ്വഭാവക്കാരായ പിതാക്കന്മാരാണ്. വൈകാരികതയും അനുഭൂതിയുമുള്ള, സംരക്ഷണ ബോധമുള്ള പുരുഷന്മാർ, അങ്ങനെയുള്ള കാമുകന്മാർ എന്ന് വേണമെങ്കിലും പറയാം. പ്രേമബന്ധങ്ങളിൽ ഇവർ ദൃഢതയുള്ളവരായിരിക്കും. ക്ഷമാശീലമുള്ളവരും ത്യാഗസമ്പന്നരുമാണ്. ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരമാണ് കല്യാണം എന്നും അതിൽ ഉറച്ചു നിൽക്കണമെന്നും ഇവർ ആഗ്രഹിക്കും. കുടുംബശാന്തിയോടൊപ്പം ഇവർ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ജലയാത്രകളൊക്കെ ഇവർക്ക് ഇഷ്ടമായിരിക്കും. സുന്ദരങ്ങളായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങൾ ഇവർ ഇഷ്ടപ്പെടുന്നു. അത്ര സന്തോഷമല്ലാത്ത സമയങ്ങളിൽ ഇവർ സങ്കടപ്പെടുകയും ചഞ്ചലപ്പെടുകയും ചെയ്യും. ഇവർ സാമാന്യേന സാമ്പത്തിക അച്ചടക്കമുള്ളവരായിരിക്കും. ഇവർ ദയാപൂർവമുള്ള പെരുമാറ്റം ആഗ്രഹിക്കുന്നു. ഇവർക്ക് ദയ, ക്ഷമ തുടങ്ങിയവയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാര്യമാർ ഇവരുടെ ആത്മാർത്ഥത മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ജീവിതം വിജയത്തിലേക്ക് നീങ്ങും. ഇനി കർക്കിടകൻ രാശിയിൽ ജനിച്ച വനിതകളുടെ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ജൂൺ 21 മുതൽ ജൂലൈ 22 വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർ പുതിയ പുതിയ അനുഭവങ്ങൾ തേടുന്ന പ്രകൃതമുള്ളവരായിരിക്കും. ഈ രാശിയിൽ ജനിച്ച വനിതകൾ യാത്രകൾ, സാഹസങ്ങൾ, കാൽപ്പനികത്വം, ഗുപ്ത വിദ്യ, സാങ്കല്പിക സുഖാനുഭവങ്ങൾ, ഗൂഢശാസ്ത്രം തുടങ്ങിയ കാര്യങ്ങളിൽ വിദഗ്ധരായിരിക്കും അഥവാ തൽപരരായിരിക്കും. അതേസമയം ഇവർ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നവരുമായിരിക്കും. പരിചിതമായ അന്തരീക്ഷം വിട്ടുപോകാൻ ഇവർക്ക് മടിയായിരിക്കും. കുടുംബത്തിൽ നിന്നും അകന്നു പോകാൻ ഇവർ ആഗ്രഹിക്കില്ല. പ്രത്യേകിച്ച് സ്വന്തം കുട്ടികൾ ഇവർക്ക് വളരെ പ്രിയപ്പെട്ടവരായിരിക്കും. നല്ല ആഹാരം കഴിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നു. പാചകശാസ്ത്രം, രസതന്ത്രം
ഗാർഹിക ശാസ്ത്രം എന്നിവയിലേക്ക് ഇവർ തിരിയും. വീടിനോടുള്ള സ്നേഹം നല്ല കുടുംബിനികളാകാൻ ഇവർക്ക് സഹായകരമാകും. ഇവരുടെ ഭർത്താക്കന്മാർ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇവരെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കേണ്ടതാണ്. കർക്കിടകം എന്നത് മാതൃത്വത്തിന്റെ രാശിയാണ്. അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകണമെന്നും അവരെ പരിപാലിക്കണമെന്നും സ്നേഹിക്കണമെന്നുള്ളത് പ്രകൃത്യ ഉള്ള സ്വഭാവമായിരിക്കും. വൃശ്ചികം, മീനം എന്നീ രാശിക്കാർ ഇവർക്ക് അനുയോജ്യരായിട്ടുള്ള ഭർത്താക്കന്മാരായിരിക്കും. കർക്കിടകം രാശിയുടെ സ്നേഹവും സംരക്ഷണവും നിറഞ്ഞ സ്വഭാവങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ വിശകലനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ ഭാരതീയവും പാശ്ചാത്യവുമായിട്ടുള്ള അത്ഭുതപ്പെടുത്തുന്ന ജ്യോതിഷ പ്രവചനങ്ങളുടെ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.